നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവെച്ചതായി US ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. കരാർ ഇനി അവലോകനത്തിനായി US കോൺഗ്രസിന് സമർപ്പിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ ചുവടുപിടിച്ചാണ് കരാർ. 1954 ആണവോർജ്ജ നിയമത്തിന്റെ സെക്ഷൻ 123 പ്രകാരം US സിവിലാണ് ആണവ സഹകരണത്തിനായി അന്താരാഷ്ട്ര പങ്കാളികളെ വികസിപ്പിക്കാൻ ഉത്തരവ് നിർദ്ദേശിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഓരോ തവണയും ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് പകരമായി ഇറാനിലെ ഒരു പാലമോ ഊർജ്ജ നിലയമോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ട്രംപ് ഇറാനെതിരെ പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയത്. മിസൈലോ റോക്കറ്റോ ഡ്രോണോ ഏത് രീതിയിലാണ് ആക്രമണം എന്നത് വിഷയമല്ല. ഇറാൻ ഓരോ തവണയും കപ്പലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അതിന് പകരമായി ടെഹ്റാന് സമീപമുള്ള ഓരോ പാലമോ ഊർജ്ജ നിലയമോ ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇറാനെതിരായ ആക്രമണം US അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ ഇറാന് 20 വർഷത്തിലേറെ വേണ്ടിവരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാനെതിരെ ട്രംപ് പുതിയ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന രാജ്യവ്യാപക സമരത്തിന് ഓൺലൈനിലും വലിയ ജനപിന്തുണ. സംഘടനയുടെ ഡിജിറ്റൽ മാസ് പെറ്റീഷനിൽ ഇതിനോടകം 8.41 ലക്ഷം ആളുകളാണ് ഒപ്പിട്ടത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക, രാജ്യത്തെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുക, സോനം വാങ്ചുക് മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നിവയാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങൾ. CJPയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പേരും അടിസ്ഥാന വിവരങ്ങളും രജിസ്റ്റർ ചെയ്ത ആർക്കും നിവേദനത്തിൽ ഒപ്പുചേർക്കാം. ഡൽഹിയിലെ പ്രതിഷേധ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവരാണ് കൂടുതലായും ഈ ഓൺലൈൻ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നത്. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഡിജിറ്റൽ പ്രതിഷേധത്തിൽ കൂടുതൽ പിന്തുണ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വ്യാപക പ്രചാരണമാണ് നടക്കുന്നത്. ലോക്സഭയിൽ വനിതാ MPമാർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിക്ക് സസ്പെൻഷൻ. ലോക്സഭയുടെ വർഷകാല സമ്മേളനത്തിന്റെ ഇനിയുള്ള കാലയളവിലേക്കാണ് കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഓഗസ്റ്റ് 13-നാണ് വർഷകാല സമ്മേളനം അവസാനിക്കുന്നത്. ലോക്സഭാ ചേംബറിൽ കല്യാൺ ബാനർജിയും തൃണമൂൽ വിമതരും നിലവിൽ NCPI പാർട്ടിയുടെ ഭാഗവുമായ വനിതാ MPമാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. വിമത MPമാരായ മിതാലി ഭാഗ്, ശതാബ്ദി ഘോയ്, കാഘോഷി ഘഘോഷ്, ദസ്തിദാർ എന്നിവരുമായാണ് കല്യാൺ ബാനർജി തർക്കിച്ചത്. ഇതിനിടെ കല്യാൺ ബാനർജി വനിതാ MPമാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നാണ് ആരോപണം. UDF മുന്നണി യോഗം കഴിഞ്ഞ 2 മാസമായി ചേരാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഘടകകക്ഷികൾ. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ മെയ് മാസത്തിലാണ് ടീം UDF ഒടുവിൽ ഒന്നിച്ചിരുന്നത്. മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗമാകട്ടെ അതിനും വളരെ മുൻപാണ് നടന്നത്. പുതുക്കിയ ബജറ്റിനു ശേഷം യോഗം വിളിക്കാമെന്ന് നേതാക്കൾക്കിടയിൽ ആലോചനയുണ്ടായിരുന്നെങ്കിലും തീരുമാനമായില്ല. ധവളപത്രം, ബജറ്റ്, നിയമസഭാ സമ്മേളനം തുടങ്ങി ഓരോ തിരക്കുകൾ പറഞ്ഞ് മുന്നണി യോഗം ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് കക്ഷി നേതാക്കളുടെ പ്രധാന പരാതി. ഇനി യോഗം വിളിക്കുന്നത് നീട്ടാനാകില്ലെന്ന കർശന നിലപാടിലാണ് ഘടകകക്ഷികൾ. പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച MBBS വിദ്യാർത്ഥി പിടിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി ഏബലാണ് പോലീസിന്റെ പിടിയിലായത്. സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഏബൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. കേസിൽ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. വയനാട് കാക്കവയൽ സ്വദേശിയാണ് ഏബൽ. 17ഓളം പെൺകുട്ടികളുടെ ചിത്രം പ്രതി സോഷ്യൽ മീഡിയയിൽ നിന്നും എടുക്കുകയും അത് മോർഫ് ചെയ്ത് അശ്ലീല സൈറ്റുകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥികളുടെ മോർഫ് ചെയ്ത ചില ദൃശ്യങ്ങൾ മറ്റുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ പ്രചരിക്കുന്നതായി കണ്ടെത്തിയത്.
പരാതിയുമായി പെൺകുട്ടികൾ മെഡിക്കൽ കോളേജ് പോലീസിനെ സമീപിച്ചെങ്കിലും നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. കൂടുതൽ പരാതി ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കില്ലെന്ന കാരണത്താൽ വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. നടൻ ടൊവിനോ തോമസിന്റെ വീടിനു മുന്നിൽ യുവമോർച്ച പ്രതിഷേധം. CJP സമരത്തെ അനുകൂലിച്ചുള്ള ടൊവിനോയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് നടന്റെ ഇരിങ്ങാലക്കുടയിലെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ വായ് മൂടിക്കെട്ടി പ്രതിഷേധം നടത്തിയത്. ജന്തർ മന്ദറിൽ CJP പ്രതിഷേധത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് പിന്തുണയുമായി ടൊവിനോ രംഗത്തെത്തിയത്. രാജ്യത്തിന്റെ ഭാവി തന്നെയാണ് ഇവിടെ ചവിട്ടി താഴ്ത്തപ്പെടുന്നതെന്നായിരുന്നു ടൊവിനോയുടെ പ്രതികരണം. അതേസമയം രാജ്യ തലസ്ഥാനത്ത് യുവാക്കളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. നിരവധി പേരാണ് പിന്തുണയുമായി തലസ്ഥാനത്തെത്തുന്നത്. സമരം ചെയ്ത വിദ്യാർത്ഥികളെ തെരുവിൽ മർദ്ദിച്ചതിനെതിരെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്തതിലും പ്രതിഷേധിച്ച് KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മുഴുവൻ ക്യാമ്പസുകളിലും പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചും ക്ലാസുകൾ ബഹിഷ്കരിച്ചും വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അറിയിച്ചു. ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് വീണ്ടും മോഷണം. വെങ്ങാനൂർ മേക്കുംകര നീലകേശി മുടിപ്പുരയിലെ കാണിക്കവഞ്ചിയാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ ഗോപുരത്തിന് സമീപത്തെ കാണിക്കവഞ്ചിയാണ് കുത്തിത്തുറന്നത്. രാവിലെ തുറക്കാനെത്തിയവരാണ് ആദ്യം മോഷണ വിവരം അറിയുന്നത്. കാണിക്കവഞ്ചിയിൽ കുറച്ചു രൂപ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ മോഷ്ടാവ് രക്ഷപ്പെട്ട വഴി നീളെ നോട്ടുകൾ ചിതറിയ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. മോഷണത്തിനിടെ ആളനക്കം കണ്ട് പ്രതി രക്ഷപ്പെട്ടതായാണ് കരുതപ്പെടുന്നത്. പരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിഴിഞ്ഞം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലയൻകീഴ് കാണവിള ഗുരുമന്ദിരത്തിലെ കാണിക്കപ്പെട്ടി പൊളിച്ചും ബാലരാമപുരത്തിന് സമീപവും സമാനമായി പണം കവർന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതന് ജാമ്യം അനുവദിച്ചു കോടതി. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ജാമ്യം അനുവദിച്ചത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ 2 കേസുകൾക്കാണ് ജാമ്യം അനുവദിച്ചത്. കാപ്പയുള്ളതിനാൽ സുഗതന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. നേരത്തെ കാപ്പ കേസിൽ തടവിലുള്ള സുഗതൻ വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയെന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടി രൂപയുടെ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ദില്ലിയിൽ നടന്ന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിലാണ് സമഗ്ര ശിക്ഷ കേരള ഇനത്തിൽ ലഭിക്കേണ്ട തുക കൈമാറണമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്രത്തോട് വ്യക്തമാക്കിയത്. PM ശ്രീ പദ്ധതിയുമായി ഈ തുകയെ കൂട്ടിക്കുഴയ്ക്കരുതെന്നും PM പോഷൻ പദ്ധതിയുമായി കേരളം പൂർണ്ണമായും സഹകരിക്കുമെന്നും മന്ത്രി യോഗത്തിൽ അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്ന നിലപാടാണ് സംസ്ഥാനത്തെ പുതിയ UDF സർക്കാർ. മുൻ LDF സർക്കാർ ഒപ്പുവെച്ച കരാറായതിനാൽ അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുന്നത് സാങ്കേതികമായി സാധ്യതയല്ലെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു.